മ്യാൻമറിൽ ഭൂകമ്പ രക്ഷാപ്രവർത്തനം തുടരുന്നു. തകർന്നു വീണ സ്കൂൾ കെട്ടിടത്തിൽ കുടുങ്ങിയവരെ ജീവനോടെ പുറത്തെത്തിച്ചതായി രക്ഷാപ്രവർത്തകർ അറിയിച്ചു. സാങ്ഹായിങ് മേഖലയിൽ നിന്നാണ് കുടുങ്ങിക്കിടുന്നവരെ രക്ഷപ്പെടുത്തിയത്. ഭൂകമ്പത്തിൽ 1700 പേർ ഇതുവരെ മരിച്ചിട്ടുണ്ട്. ഇന്നലെയും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചിരുന്നു. ഐസൺ വിശദാംശങ്ങൾ. തീർച്ചയായും അഞ്ജന നേരത്തെ സൂചിപ്പിച്ചതുപോലെ രക്ഷാദൗത്യം വളരെ ശക്തമായി തന്നെ തുടരുകയാണ് മ്യാൻമാറിലാണ് വലിയ ആഘാതം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ബാങ്കോക്കിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി മ്യാൻമാറിൽ അത്രയും ഭീകരമായ അല്ലെങ്കിൽ അതീവ ഗൗരവമുള്ള ഒരു കാഷ്വാലിറ്റി റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. താരതമ്യപ്പെടുത്തുമ്പോൾ അതീവ ഗുരുതരമായ പ്രശ്നം നിലനിൽക്കുന്നത് മ്യാൻമാറിലെ നഗരങ്ങളിൽ തന്നെയാണ് എന്നതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതലായും കൃത്യമായും മ്യാൻമാറിൽ കേന്ദ്രീകരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന നിരവധി പേരെ രക്ഷിക്കാനായി എന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. അത്തരത്തിൽ പലയിടങ്ങളിൽ നിന്നും കെട്ടിടങ്ങളുടെ അടിയിൽ കുടുങ്ങിക്കിടന്ന ജീവനോടെയുള്ളവരെ രക്ഷിക്കാൻ സാധിച്ചു എന്ന പ്രതീക്ഷാ നിർഭരമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. നേരത്തെ അഞ്ജന സൂചിപ്പിച്ചതുപോലെ 1700-ലേറെ പേർ ഈ ഭൂകമ്പത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വൻതോതിലുള്ള ഒരു ഭൂകമ്പമാണ് ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 7.7 രേഖപ്പെടുത്തിയ വലിയൊരു ഭൂകമ്പം, അതായത് 8 എന്നൊക്കെ പറയുമ്പോൾ അതിശക്തമായ ഭൂകമ്പമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 8-നടുത്തുള്ള ഭൂകമ്പം എന്നൊക്കെ പറയുമ്പോൾ അതിശക്തമായ ഭൂകമ്പം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വൻതോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ആഘാതവും വളരെ വലുതാണ്. മരണസംഖ്യ ഇനിയും വർദ്ധിക്കുമോ എന്ന ആശങ്ക കൂടി നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു സുപ്രധാന കാര്യം എടുത്തു പറയേണ്ടത് ഭാരതത്തിന്റെ ക്രിയാത്മകമായ ഇടപെടലാണ്. മ്യാൻമാറിൽ ഈ സംഭവങ്ങൾ ഉണ്ടായ ഉടൻ തന്നെ കൃത്യമായ പ്രതികരണം ഉണ്ടായത് ഭാരതത്തിന്റെ ഭാഗത്തു നിന്നാണ്. ഉടൻ തന്നെ ഇവിടുന്ന് സംവിധാനങ്ങളെല്ലാം അയക്കുകയും ആദ്യ വിമാനം പുറപ്പെടുകയും ചെയ്തു. പുലർച്ചെ തന്നെ ആദ്യ വിമാനം പുറപ്പെടുകയും ചെയ്തു. ഇനി INS സാഹുര, INS സാവിത്രി തുടങ്ങി 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകൾ ഇപ്പോൾ മ്യാൻമാറിലേക്ക് ഇന്നലെ തന്നെ പുറപ്പെട്ടിരുന്നു. നാളെ പുലർച്ചെയോടെ അത് മ്യാൻമാറിലെ തുറമുഖങ്ങളിൽ എത്തുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. രക്ഷാപ്രവർത്തനം ശക്തമാവുകയാണ്. രക്ഷാപ്രവർത്തനങ്ങളിൽ മികച്ച സഹായം തന്നെ നൽകുന്നതിൽ ഭാരതം പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുമുണ്ട്. ഇനിയും അത് തുടരുമെന്ന് ഇന്നലെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അഞ്ജന.